നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഭാവി എന്താകണമെന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണിതെന്ന് മന്ത്രി ആർ ബിന്ദു. സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് രാജ്യത്തെ വിറ്റുകൊണ്ടിരിക്കുകയാണ് BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരെന്നും മന്ത്രി. ഷൊർണൂരിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകിയ സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാരെന്ന് പാലക്കാട് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. പിന്തുണയ്ക്കുന്ന MLAയോ MPയോ ഇല്ലാതെയാണ് നരേന്ദ്രമോദി സർക്കാർ കോടിക്കണക്കിന് രൂപ പാലക്കാടിനും ഷൊർണൂരിനും നൽകിയതെന്ന് കൃഷ്ണകുമാർ. കരിമ്പുഴ പുഴയിൽ കുളിക്കാനിറങ്ങിയ പെൺകുട്ടി മുങ്ങി മരിച്ചു. ചെർപ്പളശ്ശേരി സ്വദേശി റിസ്വാനയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന 2 പേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചു. മണ്ണാർക്കാട് നെല്ലിപ്പുഴ പാലത്തിന് സമീപം സ്ഥലം മണ്ണിട്ട് നികത്തിയ സംഭവം ഒരാൾക്കും കൂടി സ്റ്റോപ്പ് മെമ്മോ നൽകി. മണ്ണാർക്കാട് 1 വില്ലേജ് ഓഫീസറാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഒറ്റപ്പാലത്തെ കരിങ്കൽ ക്വാറിക്കെതിരെ നിയമപരമായി പോരാട്ടം നടത്താൻ ഒരുങ്ങി പ്രദേശവാസികൾ. പനമണ്ണ ഇത്യൻമലയിൽ കരിങ്കൽ ക്വാറി പ്രവർത്തനം തുടങ്ങുന്നതിനെതിരെയാണ് പ്രദേശവാസികൾ പോരാട്ടം നടത്താൻ ഒരുങ്ങുന്നത്. ഇപ്പോൾ ജനകീയ സമിതിക്കെതിരെ കുപ്രചരണം നടത്തുന്ന CPM ക്വാറി ഉടമകളെ സഹായിക്കുകയാണെന്ന് സമിതി ഭാരവാഹികൾ. ഒറ്റയാനിറങ്ങി വീടിന്റെ സമീപം വരെ എത്തിയ കാട്ടാന കിണറും കൃഷിയും നശിപ്പിച്ചു. മേക്കളപ്പാറ മുതൽ 16 കിലോമീറ്റർ കൂടി തൂക്കുവേലി നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് പഞ്ചായത്ത് അംഗം നിജോ വർഗീസ്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. രാജ്യത്തിന്റെ ഭാവി എന്താകണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണിതെന്ന് മന്ത്രി ആർ ബിന്ദു. സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് രാജ്യത്തെ വിറ്റുകൊണ്ടിരിക്കുകയാണ് BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരെന്നും മന്ത്രി പറഞ്ഞു. പട്ടാമ്പി മണ്ഡലത്തിൽ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിലെ സാമാന്യ ജനതയുടെ ജീവിതത്തെ ആകെ പ്രതികൂലമായ നിലയിൽ ബാധിക്കാവുന്ന വിധത്തിൽ മതവിദ്വേഷത്തിന്റെയും വിഷലിപ്തമായ വർഗീയതയുടെയും അനുഭവങ്ങൾ ഇന്ത്യൻ മണ്ണിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നാം കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സാമ്പത്തിക മേഖലയിൽ അതിസമ്പന്നാനുകൂല സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കുകയാണ്. മേൽത്തട്ടുകാരായിട്ടുള്ള ലാഭപ്രദീയന്മാരായ സ്വകാര്യ മേഖലയ്ക്ക് ബഹുരാഷ്ട്ര കുത്തക ഭീമന്മാർക്ക് രാജ്യത്തിന്റെ മർമ്മപ്രധാന മേഖലകളാകെ തിരഞ്ഞു വിൽക്കുക എന്നുള്ള പ്രവർത്തനമാണ് ഏറ്റവും വേഗതയിൽ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവിധ വിഭവങ്ങളും ലാഭപ്രദീയന്മാരായിട്ടുള്ള സ്വകാര്യ മേഖലയ്ക്ക് വിറ്റുതുടക്കുകയാണ്. ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭവിഹിതം ഇന്ത്യൻ ഖജനാവിലേക്കാണ് വന്നു ചേരേണ്ടിയിരുന്നത്. അതൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് അടിയറ വയ്ക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം സ്വകാര്യ കച്ചവടക്കാരുടെ കീശയിലേക്കാണ് പോകുന്നത്. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി A. വിജയരാഘവന് വോട്ടഭ്യർത്ഥിച്ചാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയായ മന്ത്രി ആർ ബിന്ദു പട്ടാമ്പി മണ്ഡലത്തിൽ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തത്. രാവിലെ ഓങ്ങല്ലൂർ, തിരുവേഗപ്പുറയിലെ ചെമ്പ്ര, വിളയൂർ പഞ്ചായത്തിലെ കൂരാച്ചിപ്പടി, കൊപ്പം പഞ്ചായത്തിലെ വിയറ്റ്നാപ്പടി എന്നിവിടങ്ങളിൽ സംഘടിപ്പിച്ച കുടുംബയോഗങ്ങളിൽ മന്ത്രി സംസാരിച്ചു. തുടർന്ന് പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ സ്റ്റുഡന്റ് സമ്മിറ്റ് പരിപാടിയിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. വല്ലപ്പുഴ പഞ്ചായത്തിലെ ചൂരക്കോട്, കുലുക്കലൂർ പഞ്ചായത്തിലെ വണ്ടുംതറ, കൊപ്പം പഞ്ചായത്തിലെ ആമയൂർ കിഴക്കേക്കര, മുതുതല പഞ്ചായത്തിലെ കോഴിക്കോട്രി പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിലെ കുടുംബയോഗങ്ങളിലും മന്ത്രി സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി A. വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പട്ടാമ്പിയിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ച് മന്ത്രി ആർ ബിന്ദു. അടുത്ത വർഷം മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കരിക്കുലം ആരംഭിക്കാനാണ് സർക്കാർ തീരുമാനമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു മന്ത്രി ആർ ബിന്ദു വിദ്യാർത്ഥികളുമായി സംവദിച്ചത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അടുത്ത വർഷം മുതൽ കരിക്കുലത്തിൽ മാറ്റം വരുത്തും. സാമൂഹ്യ വിദ്യാഭ്യാസ ബോധം ഉയർത്തിപ്പിടിച്ചാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം മുന്നോട്ടു പോകുന്നത്. അന്താരാഷ്ട്ര തലങ്ങളിലും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ചർച്ച ചെയ്യപ്പെടുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ പല പ്രവർത്തനങ്ങളെയും പിറകോട്ടടിപ്പിക്കുന്നതാണ്. തെറ്റായ പ്രചരണങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നടത്തുന്നതെന്നും മന്ത്രി ആർ ബിന്ദു സൂചിപ്പിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും സമൂഹവും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരു വലിയ ദൗത്യമാണ് കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത്. ആ നവവൈജ്ഞാനിക സമൂഹത്തിൻ്റെ പുത്തൻ നോളജ് സൊസൈറ്റിയുടെ
പതാകവാഹകരായിട്ട് മുന്നിൽ നടക്കേണ്ടുന്നവരാണ് ഇന്ന് ഈ യോഗത്തിൽ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളം അതിൻ്റെ അടിസ്ഥാന മേഖലകളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ ഉതകുന്ന വിധത്തിൽ സംസ്ഥാനം ഇതപര്യന്തം ആർജിച്ചിട്ടുള്ള വൈജ്ഞാനിക മൂലധനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനും അത് ജനോപകാരപ്രദമായ വിധത്തിൽ വിനിയോഗിക്കുന്നതിനുമൊക്കെ സർവകലാശാലകളും കലാലയങ്ങളും വിദ്യാർത്ഥി സമൂഹവുമെല്ലാം പ്രത്യേകമായ അറിവുകളുടെ ഉൽപ്പാദകരായി മാറണമെന്നുള്ളതാണ് ഒരു നവവൈജ്ഞാനിക സമൂഹം എന്ന ആശയത്തിൻ്റെ കേന്ദ്രത്തിലുള്ളത്. ഒട്ടനവധി മേഖലകളിൽ കൃഷി, വ്യവസായം, ആരോഗ്യം, മാലിന്യ സംസ്കരണം എന്നിങ്ങനെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മേഖലകളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന വിധത്തിൽ ഭാവനാത്മകമായിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോകാൻ കഴിയുന്ന വിധത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അറിവന്വേഷണങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുക എന്നുള്ളത് ഈ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അജണ്ടയാണ്. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മന്ത്രി മറുപടിയും നൽകി. പിന്നോക്കക്ഷേമ കമ്മീഷൻ അംഗം സുബൈദ ഇസ്ഹാക്ക്, CPM ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ, ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, MV സുരേഷ്, M ശങ്കരൻകുട്ടി തുടങ്ങിയവരും പങ്കെടുത്തു. കരിമ്പുഴ പുഴയിൽ കുളിക്കാനിറങ്ങിയ പെൺകുട്ടി മുങ്ങി മരിച്ചു. കൂടെ ഉണ്ടായിരുന്ന 2 പേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചു. കൂട്ടിലക്കടവ് ചെറുപുഴ പാലത്തിന് സമീപം വ്യാഴാഴ്ച വൈകിട്ടാണ് സംഭവം. സഹോദരിമാരുടെ മക്കളാണ് അപകടത്തിൽപ്പെട്ടത്. പുഴയ്ക്ക് സമീപം തോട്ടം വാങ്ങിയതിൽ എത്തിയതായിരുന്നു 3 പേരും. അവിടെ നിന്നും കുളിക്കാൻ പുഴയിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇതിനിടെയാണ് പുഴയിൽ മുങ്ങിയത്. നാട്ടുകാരും ട്രോമ കെയർ വളണ്ടിയർമാരും ചേർന്ന് കുട്ടികളെ കരയ്ക്ക് കയറ്റി വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഒരാൾ മരിച്ചു. ചെറുപ്പശ്ശേരി കുറ്റിക്കോട് പാറക്കൽ വീട്ടിൽ റിസ്വാനയാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ബാദുഷ, ദീമ മെഹബു എന്നിവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാധാരണയായി ആളുകൾ കുളിക്കുന്ന കടവല്ല ഇതെന്ന് വാർഡ് മെമ്പർ അനസ് പറഞ്ഞു. അപകടങ്ങൾ സ്വാഭാവികമായിട്ട് ആ ഏരിയയിലല്ല. കരിമ്പുഴ പഞ്ചായത്തിൽ പുഴകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്തല്ല ഉണ്ടാവാറ്, കുറച്ച് പുറത്താണ് ഉണ്ടാവുക. ഇപ്പോൾ ഇന്ന് നടന്ന സ്ഥലത്ത് പ്രാദേശികവാസികളൊന്നും കുളിക്കുന്ന സ്ഥലമല്ല. സ്വാഭാവികമായിട്ടും 500 മീറ്റർ മുകളിലും 500 മീറ്റർ താഴെയായിട്ടാണ് കുളിക്കടവുകളുള്ളത്. അവിടെയുള്ള സമീപ പ്രദേശത്തുള്ളവർക്ക് കുളിക്കുന്ന സ്ഥലമുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ കുട്ടികൾ അവിടെ എത്തി എന്നുള്ളത് അറിയില്ല. സ്വാഭാവികമായിട്ടും ഞങ്ങൾ അനുമാനിക്കുന്നത് ഒരു 500 മീറ്റർ മുകളിലുള്ള കടവിൽ അവർ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അവിടുന്ന് കുട്ടികൾ കളിച്ച് അല്ലെങ്കിൽ നീന്തി പുറത്ത് താഴേക്ക് വന്നിട്ടുണ്ടാവും. ആ താഴേക്ക് വരുന്ന സ്ഥലത്ത് ഒരുപാട് ആഴമുള്ള സ്ഥലമാണ്. അവിടെയാണ് കുട്ടികൾ അകപ്പെട്ടിട്ടുള്ളത്. പിന്നെ അവിടേക്ക് എത്തിപ്പെടാനുള്ള പ്രശ്നം വണ്ടികൾ എത്താത്ത സ്ഥലമാണ്. ഏകദേശം ഒരു 5:30 മണിക്ക് ഈ അത്യാഹിതം സംഭവിച്ചിട്ട് ഒരു 5:45 ഒരു 5:50 ആയിട്ടുള്ള കുട്ടികൾ അവിടെ നിന്ന് എടുത്ത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെത്തി. ഫസ്റ്റ് വന്ന കുട്ടിക്ക് കുഴപ്പമില്ല, ചെറിയ ഇതുണ്ട്. രണ്ടാമത് വന്ന കുട്ടിക്കാണ് ഇപ്പോൾ ഈ പെട്ടെന്നുള്ള മരണം സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് അവിടെ നിന്നുള്ള അയാളുടെ തൊട്ടന്നെ ഉള്ള ഒരു വീട്ടുകാരെ വിളിച്ചിട്ടാണ്, വാർഡ് മെമ്പർ എന്നുള്ളതൊക്കെ എന്നെ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോഴാണ് അവിടെ കൂട്ടുകാരെയും ഫ്രണ്ട്സിനെയൊക്കെ ഗ്രൂപ്പിൽ അറിയിച്ചപ്പോൾ എല്ലാവരും കൂടെ വന്നു. അവിടെയുള്ള ആളുകളൊക്കെ നീന്താനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ആളുകളാണ്. അവരുടെയാണ് 3 കുട്ടികൾ, 10-15 കുട്ടികളുടെ രക്ഷാപ്രവർത്തനം അവിടെയുള്ള കൂട്ടായ്മയിലുള്ള കുട്ടികൾ തന്നെയാണ്. എല്ലാവരും രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ ഇപ്പോഴും സീരിയസ് ആണെന്നാണ്. ഷൊർണൂരിന് ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകിയ സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാരെന്ന് പാലക്കാട് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. UPA കാലത്ത് കേരളത്തിൽ നിന്നും നിരവധി മന്ത്രിമാരുണ്ടായിട്ട് പോലും നടക്കാത്ത വികസനമാണ് ഇപ്പോൾ ഷൊർണൂരിൽ നടക്കുന്നതെന്നും C കൃഷ്ണകുമാർ പറഞ്ഞു. ഷൊർണൂർ, കൊപ്പം മണ്ഡലങ്ങളിലെ പ്രചരണ സ്വീകരണ പരിപാടികളിൽ സംസാരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ. കഴിഞ്ഞ ദിവസമാണ് മുണ്ടക്കോട്ട് കുർശിയിലും കൊപ്പത്തും BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ പര്യടനം നടത്തിയത്. വാദ്യമേളങ്ങളോടെ സ്ഥാനാർത്ഥിയെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരിച്ചു. പട്ടത്തിക്കുന്ന്, ചളവറ, കിഴക്കുംപുറം, ഇടൂർക്കുന്ന്, വേമ്പലത്തുപാടം, കണയം ഏരിയകളിലൊക്കെ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. വോട്ട് അഭ്യർത്ഥനയ്ക്കൊപ്പം ചെറിയ പ്രസംഗവും തൃപ്പറ്റ, ചിന്താമണി സെന്റർ, മേൽമുറി, മുതലിയാർ തെരുവ്, മുണ്ടായ, ഗണേഷ്ഗിരി, ചുടുവാലത്തൂർ, ആറാണി എന്നിവിടങ്ങളിലും സ്വീകരണം നൽകി. ഷൊർണൂരിന് ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകിയ സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാരെന്നും പിന്തുണയ്ക്കുന്ന MLAയോ MPയോ ഇല്ലാതെയാണ് നരേന്ദ്രമോദി സർക്കാർ കോടിക്കണക്കിന് രൂപ പാലക്കാടിനും ഷൊർണൂരിനും നൽകിയതെന്നും C കൃഷ്ണകുമാർ പറഞ്ഞു.
കാലാകാലങ്ങളായിട്ട് ഷൊർണൂരുകാരുടെ ആവശ്യമാണ് ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ വികസിപ്പിക്കണം, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വികസനം വേണമെന്നുള്ളത്. 2004 മുതൽ 2014 വരെ ഇവിടെ ഭരിച്ചത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാരാണ്. 8 കേന്ദ്രമന്ത്രിമാർ കേന്ദ്രത്തിലുണ്ടായിരുന്നു. പാലക്കാട് നമ്മുടെ നിലവിലുള്ള MP APCC സെക്രട്ടറി ആയിരുന്നു, നഗരസഭാ കൗൺസിലറായിരുന്നു. എല്ലാം ആയിട്ടും 1 രൂപ പോലും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ ജംഗ്ഷന്റെ വികസനത്തിനായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പാലക്കാടിൽ നിന്ന് ഒരു ജനപ്രതിനിധി പോലും ഇല്ലാതെ, പിന്തുണയ്ക്കാൻ ഒരാൾ പോലും ഇല്ലാതെ ശ്രീ നരേന്ദ്രമോദി ഷൊർണൂരിന്റെ വികസനത്തിനായിട്ട്, ജംഗ്ഷന്റെ വികസനത്തിനായിട്ട് 34 കോടി രൂപയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഷൊർണൂരിനായിട്ട് നൽകിയിട്ടുള്ളത്. ഒരു വർഷം കഴിയട്ടെ, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ഇത് റെയിൽവേ സ്റ്റേഷനാണോ അതോ വിമാനത്താവളമാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിലേക്ക് അതിന്റെ മുഖച്ഛായ മാറാൻ പോവുക. ഷൊർണൂർ നഗരസഭ 14 കോടി രൂപയാണ് ഷൊർണൂരിന്റെ ശുദ്ധജല പ്രശ്നം പരിഹരിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അമൃത് 2.0 പദ്ധതിയിൽ കൊടുത്തിട്ടുള്ളത്. ഷൊർണൂരിന് ഭാരതപ്പുഴയുടെ തീരം സൗന്ദര്യവൽക്കരിക്കാൻ കഴിഞ്ഞ മാസം നരേന്ദ്രമോദി സർക്കാർ ഷൊർണൂർ നഗരസഭയ്ക്ക് 5 കോടി രൂപ അനുവദിച്ചു. ഞാൻ വെല്ലുവിളിക്കുകയാണ് ശ്രീകണ്ഠനെയും MP രാജേഷിനും, മുമ്പിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന MP, നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഷൊർണൂർ നഗരസഭയ്ക്ക് ഇതിൽ കൂടുതൽ 1 രൂപ അനുവദിച്ചാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. മോദിയാണ് ഈ രാജ്യത്തിന്റെ രക്ഷകൻ. ഈ രാജ്യത്ത് വികസനം കൊണ്ടുവരുന്നത് നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഒരു അവസരം നൽകണം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം മോദിയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് KV ജയൻ, മധ്യമേഖല സെക്രട്ടറി T ശങ്കരൻകുട്ടി, MP സതീഷ് കുമാർ, മണ്ഡലം പ്രസിഡന്റ് N മണികണ്ഠൻ, സിനി മനോജ്, AP പ്രസാദ്, P ജയരാജൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. കൊപ്പം മണ്ഡലത്തിലെ പുറമത്ര സെന്റർ, കുന്നത്തൊടി കോളനി, കുലുക്കലൂർ, ചുണ്ടമ്പറ്റ സെന്റർ, മുളയങ്കാവ് എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. മണ്ണാർക്കാട് നെല്ലിപ്പുഴ പാലത്തിന് സമീപം സ്ഥലം മണ്ണിട്ട് നികത്തിയ സംഭവത്തിൽ ഒരാൾക്ക് കൂടി സ്റ്റോപ്പ് മെമ്മോ നൽകി. മണലടി കൊടുവായിക്കൽ അബ്ദുൾ നാസറിന്റെ ഭാര്യ ഷെറീനയ്ക്കാണ് മണ്ണാർക്കാട് 1 വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. നെല്ലിപ്പുഴയിലെ ഈ സ്ഥലത്തോട് ചേർന്ന് മണ്ണാർക്കാട് 2 വില്ലേജിൽപ്പെട്ട ഭാഗം മണ്ണിട്ട് നികത്തിയതിന് മണ്ണാർക്കാട് 2 വില്ലേജ് ഓഫീസർ 2 പേർക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ബേസിക് ടാക്സ് രജിസ്റ്ററിൽ നഞ്ച എന്നാണ് ഈ സ്ഥലം രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് റവന്യൂ അധികൃതർ പറഞ്ഞു. ഇത്തരം സ്ഥലങ്ങൾ നികത്തുന്നത് നിയമവിരുദ്ധമാണ്. റോഡ് പണിയുടെ മറവിലാണ് ഇവിടെ നികത്തിയതെന്നും സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കേണ്ടതാണെന്നും കാണിച്ചുള്ള വിശദമായ റിപ്പോർട്ടും മഹസറും ഉയർന്ന റവന്യൂ അധികാരികൾക്ക് നൽകിയിട്ടുണ്ട്. പാടം നികത്തുന്നതിനെതിരെ നടപടി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർ ഭൂമാഫിയകളിൽ നിന്നും ചില പൊതുപ്രവർത്തകരിൽ നിന്നും വലിയ സമ്മർദ്ദമാണ് നേരിടുന്നത്. സ്റ്റോപ്പ് മെമ്മോ നൽകാനെത്തുന്ന ഉദ്യോഗസ്ഥർക്കു നേരെ മോശമായ പെരുമാറ്റവും ചിലർ നടത്തുന്നുണ്ട്. പാടം നികത്തുന്ന പ്രദേശങ്ങൾ പരിശോധിക്കാൻ ഓട്ടോറിക്ഷ വിളിച്ചാൽ വരുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഭൂമാഫിയകളുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നതിന് തെളിവാണിത്. രാത്രി മുതൽ പുലരുവോളം ഒരു നിയന്ത്രണവും ഇല്ലാതെ മണ്ണ് കടത്തിയാലും ഒരു വാഹനം പോലും പോലീസ് പരിശോധിക്കുന്നില്ല. നഗരത്തോട് ചേർന്നുള്ള സ്ഥലത്ത് 100 കണക്കിന് ലോഡ് മണ്ണ് തള്ളിയത് പോലീസ് അറിഞ്ഞില്ല. ഒറ്റപ്പാലം പനമണ്ണ ഇത്യൻ മലയിൽ കരിങ്കൽ ക്വാറി പ്രവർത്തനം തുടങ്ങുന്നതിനെതിരെ നിയമപരമായി പോരാട്ടം നടത്താൻ ഒരുങ്ങി പ്രദേശവാസികൾ. ജനകീയമായും നിയമപരമായും നേരിടുന്നതിന് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ജനകീയ സമിതി ശ്രമം തുടങ്ങിയതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 12-ന് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ക്വാറിക്ക് പ്രവർത്തനാനുമതി നൽകിയിരുന്നു. നിലവിൽ നൽകിയ 2023-24 വർഷത്തെ ലൈസൻസ് കാലാവധി കഴിഞ്ഞ മാർച്ച് 31-ന് തീർന്നിരുന്നു. വീണ്ടും ലൈസൻസ് പുതുക്കി നൽകരുതെന്നാണ് ജനകീയ സമിതിയുടെ ആവശ്യം. ജനവാസ മേഖലയിൽ ക്വാറിക്ക് ലൈസൻസ് പുതുക്കി നൽകിയാൽ ഹൈക്കോടതിയെ സമീപിക്കും. 2015 മുതലാണ് ക്വാറി തുടങ്ങാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഇതിനെതിരെ അക്കാലം മുതൽ വിവിധ വകുപ്പുകൾക്ക് നൽകിയ പരാതികളെല്ലാം അവഗണിക്കപ്പെടുകയാണ് ഉണ്ടായത്. 400-ലേറെ കുട്ടികൾ പഠിക്കുന്ന പ്രദേശത്തെ സ്കൂളിന്റെ അടക്കം പരാതികൾ നിലനിൽക്കുന്നുണ്ടെന്നും കൗൺസിലർ C സജിത്ത് പറഞ്ഞു. ക്വാറിക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് പരാതി സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ 2017 ശേഷം നമുക്കറിയാം പ്രളയം, അതുപോലെ അതിനുശേഷം കോവിഡ് തുടങ്ങിയുള്ള മഹാമാരികളുണ്ടായി. ആ സമയത്തൊന്നും പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ നടക്കുന്നതായിട്ടൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയോ മറ്റുള്ള വിവരങ്ങൾ അറിയുകയോ ചെയ്തില്ല. എന്നാൽ 2020 ശേഷം വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടക്കുന്നുവെന്നും ഇവിടെ ക്വാറി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പേപ്പറുകൾ ശരിയാക്കാൻ ഈ പറയുന്ന സ്വകാര്യ വ്യക്തി വീണ്ടും മുന്നോട്ട് പോകുന്നെന്ന് അറിഞ്ഞ സാഹചര്യത്തിൽ
വീണ്ടും നമ്മൾ പ്രദേശവാസികളും അതുപോലെ തന്നെ പൗരസമിതിയും അതുപോലെ ഈ പറയുന്ന മലയോര പ്രദേശത്ത് ഇതിനോട് സമീപത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടി സെൻറ്റ് ജോസഫ് സ്കൂളും കൂടി പ്രവർത്തിക്കുന്നുണ്ട്. 400 കുട്ടികളിലധികം പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിനും കൂടി ദോഷം വരുന്ന വിധത്തിലാണ്, അല്ലെങ്കിൽ ഈ കുട്ടികൾക്കും പോലും ഈ പറയുന്ന പ്രദേശത്തെ ജനവാസ മേഖലയായിട്ടുള്ള അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ ജീവന സ്വത്തിന് ഭീഷണിയാവുന്ന രീതിയിലുള്ള ഒരു കോറിയുടെ പ്രവർത്തനം അവിടെ തുടങ്ങാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ജനപ്രതിനിധിയായ ഞാൻ ഉൾപ്പെടെയുള്ളവർ, നേരത്തെ പറഞ്ഞ പൗരസമിതി, നമ്മുടെ പ്രദേശവാസികൾ, നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും വീണ്ടും ഒറ്റപ്പാലം സബ് കളക്ടർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകൾക്കും പാലക്കാട് ജില്ലാ കളക്ടർക്കും നൽകുകയുണ്ടായി. ഒറ്റപ്പാലം നഗരസഭയിലും നമ്മൾ പരാതികൾ നൽകിയിട്ടുണ്ട്. നഗരസഭാ ഭരണത്തിന് നേതൃത്വം നൽകുന്ന CPMന്റെ പ്രതിനിധികളാരും ജനകീയ സമിതി രൂപവൽക്കരണ യോഗത്തിൽ പങ്കെടുത്തില്ല. ഇപ്പോൾ ജനകീയ സമിതിക്കെതിരെ കുപ്രചരണം നടത്തുന്ന CPM കോറി ഉടമകളെ സഹായിക്കുകയാണെന്നും സമിതി ഭാരവാഹികൾ ആരോപിച്ചു. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ V. ഹരിദാസ്, PK സത്യപ്രകാശ്, PK അരവിന്ദാക്ഷൻ നായർ, A. സതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് കണ്ടമംഗലത്ത് ഒറ്റയാനിറങ്ങി കിണർ തകർത്തു, കൃഷിയും നശിപ്പിച്ചു. വീടിന് സമീപം വരെ എത്തിയ കാട്ടാന മടങ്ങിയത് വീട്ടിൽ നിന്ന് ടോർച്ച് തെളിയിച്ചപ്പോൾ. മേക്കളപ്പാറ വനമേഖല താവളമാക്കിയ ഒറ്റയാനാണ് കൃഷിയിടങ്ങളിലും പുരയിടങ്ങളിലും എത്തി കൃഷി നശിപ്പിക്കുന്നത്. കണ്ടമംഗലം പള്ളിയോട് ചേർന്നുള്ള മുട്ടത്ത് ലില്ലിക്കുട്ടി ചെറിയാന്റെ 30 കമുകുകൾ ഒറ്റയാൻ നശിപ്പിച്ചു. ഇവരുടെ വീടിന്റെ പിൻവശത്തെ പ്ലാവിൽ നിന്ന് ചക്ക വീഴുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ജനലിലൂടെ ടോർച്ച് തെളിയിച്ചപ്പോൾ ചക്ക തിന്നുന്ന ഒറ്റയാനയാണ് കണ്ടത്. വെളിച്ചം കണ്ടതോടെ ഒറ്റയാൻ വന്ന വഴിയെ മടങ്ങി. പോകുന്ന വഴി തെണ്ടിക്കാലായിൽ ഫ്രാൻസിസിന്റെ തോട്ടത്തിലെ കിണറിന്റെ 2 തൂണുകളും തകർത്തു. തൂണിൽ കെട്ടിയിരുന്ന മോട്ടോർ കിണറ്റിലേക്ക് വീണു. നനയ്ക്കാനും വീട്ടാവശ്യങ്ങൾക്കും വെള്ളം എത്തിക്കാൻ ഉപയോഗിക്കുന്ന 2 റൗണ്ട് പൈപ്പും ചവിട്ടിപ്പൊടിച്ചു. ഇതോടെ ഇവരുടെ ശുദ്ധജല സംവിധാനവും ഇല്ലാതായി. ദിവസങ്ങളായിട്ട് ഇവിടെ ആനയുടെ ശല്യം കൂടുതലാണ്. ദിവസവും ആന വരുന്നുണ്ട്, പക്ഷേ ഞങ്ങളാരും കാണുന്നില്ല. എന്തോരം ഒച്ച കേൾക്കുമ്പോൾ ഇറങ്ങി നോക്കിയാൽ ആന പോയതായിട്ട് കാണാം. ഇന്നലെ വന്നിട്ട് ഈ ഭാഗത്തുള്ള പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടിവെള്ളം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞ് ഓസിട്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. ആ ഓസം നശിപ്പിച്ചു. മോട്ടർ കിണറിനടിയിലേക്ക് പോയി. കിണറിൻ്റെ ഒരു തൂണ് ഉള്ളിലേക്കും പോയി. അതിൽ കപ്പിയിട്ട് വെള്ളം കോരിക്കൊണ്ടിരുന്നായിരുന്നു. ആ കപ്പിയും അതിൻ്റെ പാലത്തിടി കിടപ്പുണ്ട്. ഒരു തൂണ് നേരെ മറ്റേ സൈഡിലേക്കും പോയി. ഒറ്റയാൻ നാട്ടുകാർക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് പഞ്ചായത്ത് അംഗം നിജോ വർഗീസ് പറഞ്ഞു. 30 ഏക്കർ മുതൽ മേക്കളപ്പാറ വരെ തൂക്കുവേലിയുള്ളതിനാൽ ഈ ഭാഗത്തുകൂടി നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് കുറഞ്ഞിട്ടുണ്ട്. മേക്കളപ്പാറ മുതൽ 16 കിലോമീറ്റർ കൂടിയും വേലി നിർമ്മാണം പൂർത്തിയായാലേ പൂർണ്ണമായും വന്യമൃഗശല്യം തടയാനാവൂ. അടിയന്തിരമായി വേലി നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് നിജോ വർഗീസ് പറഞ്ഞു. ഇപ്പോൾ ഒരാഴ്ചകളിലായിട്ട് പൊതുവപ്പാടം കണ്ടമംഗലം മേഖലകളിലായിട്ട് ഈ ഒറ്റയാൻ്റെ ശല്യമാണ് രൂക്ഷമായിട്ടുള്ളത്. RRT ഒക്കെ വരുന്നുണ്ടെങ്കിലും അത് ഓടിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വേറെ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. 2 കിലോമീറ്റർ ഹാങ്ങിങ് ഫെൻസിങ് ഇവിടെ 30 ഏക്കർ മുതൽ നമ്മുടെ മേക്കളപ്പാറ വരെ ഇട്ടിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഇല്ലാത്ത ഭാഗങ്ങളിലൂടെ ഇത് ഇറങ്ങി വന്നിട്ടാണ് ഈ കൃഷികൾ നശിപ്പിക്കുന്നത്. പൂർണ്ണമായി ഈ 15-16 കിലോമീറ്ററുകൾ പൂർത്തീകരിക്കുന്നതോടുകൂടി കർഷകർക്ക് ഒരു ആശ്വാസം ആകുന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അത് എത്രത്തോളം പ്രാബല്യത്തിലാവുന്നുള്ളത് അറിയില്ല. കോട്ടപ്പടം ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ മെയിൻ്റനൻസിനായിട്ട് 7 ലക്ഷം രൂപ നമ്മൾ വനംവകുപ്പിന് മാറിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയുണ്ട്. ഈ ഒരു വർഷമെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടില്ല, അടുത്ത വർഷം മുതലേലും കർഷകർക്ക് നന്നായി കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയാണ്. പക്ഷേ അതിൻ്റെ നമുക്ക് പ്രാബല്യത്തിൽ അതും കൂടി കിട്ടിയില്ലെങ്കിൽ കർഷകരെല്ലാം ദുരിതത്തിലാവുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്. സംഭവം അറിഞ്ഞ് വനവകുപ്പ് സ്ഥലത്തെത്തി നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തു. പൊള്ളുന്ന ചൂട്, പെരുന്നാൾ, വിഷു തിരക്കും. ആളുകൾക്ക് ടൗണിലേക്ക് ഇറങ്ങാതിരിക്കാൻ കഴിയില്ല. വെയിലിൻ്റെ തീനാളം മാത്രം കാണുന്ന കണ്ണിനും ഒപ്പം മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചയാണ് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ ഇപ്പോൾ. മൺകുടത്തിൽ ആളുകൾക്ക് കുടിക്കാൻ വെച്ചിരിക്കുന്ന നല്ല നാടൻ സംഭാരം. ആർക്ക് വേണമെങ്കിലും വന്ന് കുടിക്കാം, എത്ര വേണമെങ്കിലും.
ബാങ്കിൻ്റെ മുന്നിലായതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ഇത് ബാങ്കിലേക്ക് വരുന്നവർക്ക് മാത്രമല്ല, ഈ വഴിയെ പോകുന്ന ആർക്കും സംഭാരം വന്ന് കുടിക്കാം. പെരുന്നാൾ കഴിഞ്ഞു, വിഷു ഇങ്ങ് എത്താറായി. ടൗണിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വന്നവർക്ക് ഈ സംഭാരം നൽകുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭൂതിയാണെന്ന് കുടിച്ച ശേഷം ഇവരുടെ മുഖത്തു നിന്നും അറിയാം. എന്നും ജനങ്ങളോടൊപ്പം എന്ന ബാങ്കിൻ്റെ വാചകം കടമെടുത്ത് പറയട്ടെ, അതൊരു ഒന്നൊന്നര വാക്ക് തന്നെയാണെന്ന് ഭരണസമിതി ഇങ്ങനെയും തെളിയിക്കുന്നു. മൊബൈൽ ടവറിൽ കുടുങ്ങിയ ആളെ ആശുപത്രിയിൽ കൊണ്ടുപോയ ആംബുലൻസ് ഒറ്റപ്പാലം വരോട് വെച്ച് ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. വരോട് സ്വദേശി സന്തോഷാണ് മരിച്ചത്. മാങ്ങോട് വീരമംഗലത്ത് ടവറിനു മുകളിൽ ജോലി ചെയ്യുന്നതിനിടെ അബോധാവസ്ഥയിലായ പാർലി സ്വദേശി ശ്രീജിത്ത് എന്നയാളെയാണ് ആംബുലൻസിൽ കൊണ്ടുപോയിരുന്നത്. ശ്രീജിത്തിനെ അഗ്നിരക്ഷാസേനയെത്തി താഴെ ഇറക്കി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് അപകടം. ഗുരുതര പരിക്കേറ്റ ഇയാളെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ബുധനാഴ്ച വൈകിട്ട് 7:30 വരോട് വിഷ്ണു ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. ചെർപ്പുളശ്ശേരി ഭാഗത്തു നിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആംബുലൻസും എതിർദിശയിൽ വന്ന ഓട്ടോറിക്ഷയും കൂട്ടിയിടിക്കുകയായിരുന്നു. ഓട്ടോ ഡ്രൈവറായ വരോട് കുണ്ടൻപറമ്പിൽ വീട്ടിൽ 37-കാരനായ സന്തോഷാണ് മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് ആംബുലൻസും തകർന്നു. സന്തോഷിനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പട്ടാമ്പി ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിൽ നിറമാല ആഘോഷിച്ചു. വിവിധ കലാപരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിൽ നിറമാല ആഘോഷം ഭക്തി നിർഭരമായി. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രി ആഞ്ഞം മധുസൂദനൻ നമ്പൂതിരിയുടെയും അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെയും മുഖ്യ കാർമ്മികത്തിലായിരുന്നു ചടങ്ങുകൾ. തിരുവാതിരക്കളി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും നടന്നു. കാർത്തിക ഊട്ടിലും നിരവധി പേർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടുകൂടിയ എഴുന്നള്ളിപ്പും നടന്നു. മേളം, കഥകളി എന്നിവയും നിറമാല ഉത്സവത്തിൻ്റെ ഭാഗമായി നടന്നു. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. കോങ്ങാട് കീരിപ്പാറയിലെ ക്വാറിമടയിലെ കുളത്തിൽ യുവാവ് അകപ്പെട്ടെന്ന സംശയത്തെ തുടർന്ന് അഗ്നിരക്ഷാസേന തിരച്ചിൽ നടത്തി. വ്യാഴാഴ്ച രാവിലെ ക്വാറിക്ക് സമീപം ബൈക്കും വെള്ളത്തിൽ ചെരുപ്പും കണ്ട നാട്ടുകാരാണ് പോലീസിനെയും അഗ്നിരക്ഷാസേനയെയും അറിയിച്ചത്. കോങ്ങാട് അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ NK ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ക്വാറിയിലെ കുളത്തിൽ തിരച്ചിൽ നടത്തിയത്. 70 അടിയോളം താഴ്ചയിൽ ഇവിടെ വെള്ളമുണ്ട്. പാതാളക്കരണ്ടി പോലുള്ള സംവിധാനം ഉപയോഗിച്ചായിരുന്നു ആദ്യം തിരച്ചിൽ. മണിക്കൂറുകൾ കഴിഞ്ഞും ഫലമുണ്ടാകാതെയായതോടെ അഗ്നിരക്ഷാസേന സ്കൂബ ടീമിന്റെ സഹായം തേടി. 10 മണിയോടെ ഇവർ എത്തി. 3 മണിവരെ തിരച്ചിൽ നടത്തിയിട്ടും ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കോണിക്കഴിയിലെ ഡോക്ടർ രമേശ് ബാബുവിന്റെ മകൻ രാമകൃഷ്ണനെ ബുധനാഴ്ച രാത്രി മുതൽ കാണാനില്ല എന്ന് കോങ്ങാട് പോലീസിൽ വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. CPIM-ന്റെ ആദ്യകാല നേതാവും കൊപ്പം പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കൊപ്പം സർവീസ് ബാങ്ക് മുൻ പ്രസിഡന്റുമായിരുന്ന EP നാരായണൻ നായരെ അനുസ്മരിച്ചു. അനുസ്മരണ യോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി.
CPIM ഏരിയ കമ്മിറ്റി അംഗം യു അജയകുമാർ, കൊപ്പം ലോക്കൽ സെക്രട്ടറി കെ മോഹൻദാസ്, EP ശങ്കരൻ, NP രാമദാസ്, E സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനായി എന്നൊരിക്കൽ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കഥ എനിക്ക് ഓർമ്മ വരും. പാട്ടം അളന്ന് മുടിയുകയും പാട്ടക്കുടിയാനായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി വീട്ടിലെന്നും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ കാലത്ത് കർഷകരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഈ ചെങ്കൊടിയും പോരാട്ടവുമാണ് മാർഗമെന്ന് പൊതുബോധത്തിലേക്ക് കേരളീയ സമൂഹം പതുക്കെ വന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഞാനും പൊതുപ്രവർത്തകനായി മാറുന്നത് എന്ന് SKSSF ചെർപ്പളശ്ശേരി മേഖല പെരുന്നാൾ ഭക്ഷണ വിതരണം നടത്തി. സമസ്ത മുബല്ലിഗ് EV കാജാദാരിമി തൂത ഉദ്ഘാടനം നിർവഹിച്ചു. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് SKSSF ചെർപ്പളശ്ശേരി മേഖല വർഷങ്ങളായി ചെർപ്പളശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും നടത്തിവരാറുള്ള പെരുന്നാൾ ഭക്ഷണ വിതരണം നടത്തി. സമസ്ത മുബല്ലിഗ് EV കാജാദാരിമി തൂത ഉദ്ഘാടനം നിർവഹിച്ചു. SKSSF മേഖല പ്രസിഡന്റ് ഫൈസൽ നിസാമി നെല്ലായ അധ്യക്ഷനായി. SKSSF ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് കമാലി ഫൈസി മോളൂർ പ്രമേയ പ്രഭാഷണം നിർവഹിച്ചു. SYS ജില്ലാ വൈസ് പ്രസിഡന്റ് വീരാൻ ഹാജി, SKSSF സംസ്ഥാന സർഗലയ സമിതി വർക്കിംഗ് ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് വൈസി മോളൂർ, SKSSF പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെരീഫ് ദാരിമി, SKSSF ഇസ്തിഗാമ ജില്ലാ ചെയർമാൻ ഷെബീബ് അൻവരി, നൌഷാദ് അൻവരി മോളൂർ, ഡോക്ടർമാരായ ലക്ഷ്മി, അഷ്മിനി, SKSSF വികായ ജില്ലാ സമിതി അംഗം സൈഫുദ്ദീൻ ഇരുമ്പാലശ്ശേരി, മേഖല ജോയിന്റ് സെക്രട്ടറി ഷാഫി ഫൈസി, മേഖല വർക്കിംഗ് സെക്രട്ടറി ഷാക്കിർ മഷ്കൂർ, ഷാക്കിർ കാട്ടുകുളം, ജഹ്ഫർ ഇരുമ്പാലശ്ശേരി, സലാം ഫൈസി, റസാഖ് ഫൈസി, ഉണ്ണീൻകുട്ടി മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. SKSSF മേഖല ജനറൽ സെക്രട്ടറി സഹദു ഫൈസി സ്വാഗതവും മേഖല ട്രഷറർ ഷെരീഫ് തച്ചങ്ങാട് നന്ദിയും പറഞ്ഞു. എല്ലാ വർഷവും പെരുന്നാളനുബന്ധിച്ച് ചെർപ്പളശ്ശേരിയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികൾക്കും കുട്ടികൾക്കുമുള്ള ഭക്ഷണ വിതരണത്തിൻ്റെ ചടങ്ങ് എല്ലാ വർഷവും ഇവിടെ നടത്താറുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ യോഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഇനി വാണിജ്യ വാർത്തകൾ. മാർക്കറ്റ് വിലയേക്കാൾ 75% വിലക്കുറവിൽ വിഷു പടക്കങ്ങൾ ലഭ്യമാക്കി ഇത്തവണയും അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പടക്കച്ചന്ത. ബാങ്ക് ഹെഡ് ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ചന്ത പ്രസിഡന്റ് PPK അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഈ വിഷുവും ആഘോഷമാക്കാൻ അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. മാർക്കറ്റ് വിലയേക്കാൾ 75% വിലക്കിഴിവിലാണ് വിഷുപടക്കങ്ങൾ ബാങ്ക് ഒരുക്കിയ ചന്തയിൽ നൽകുന്നത്. ഇന്ത്യയിലെ പ്രമുഖ പടക്ക നിർമ്മാണ കമ്പനിയായ അജന്തയുടെ വിവിധതരം പടക്കങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ബാങ്ക് പ്രസിഡന്റ് PPK അബ്ദുറഹ്മാൻ ചന്ത ഉദ്ഘാടനം ചെയ്തു. പരമാവധി വിലക്കുറവിൽ ഇവിടുത്തെ ഇടപാടുകാർക്കും അതുപോലെ തന്നെ സമൂഹത്തിന് ലഭിക്കണം എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് അലനല്ലൂർ സഹകരണ ബാങ്ക് ഈ വർഷവും വളരെ വിപുലമായ തോതിലുള്ള ഒരു പടക്കച്ചന്തയാണ്, നീതി പടക്കച്ചന്തയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് പരമാവധി ആളുകൾക്കും നമ്മുടെ അലനല്ലൂരിലെ മുഴുവൻ പൊതുസമൂഹത്തിനും ഉപയോഗപ്പെടുത്തി നല്ല വിലക്കുറവിൽ അത് ഉപയോഗപ്പെടുത്താനുള്ള ഒരു അവസരമാണ്. ആദ്യ വിൽപ്പനയും അബ്ദുറഹ്മാൻ നിർവഹിച്ചു. %200 അധിക വില ഈടാക്കുന്ന പടക്കങ്ങൾ ന്യായമായ വിലയ്ക്ക് സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് വർഷാവർഷങ്ങളിൽ ബാങ്ക് ചെയ്തു വരുന്നതെന്ന് സെക്രട്ടറി P ശ്രീനിവാസൻ പറഞ്ഞു. നമ്മുടെ സഹകാരികളുടെ ആഘോഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുക മാത്രമല്ല, ഇതിൻ്റെയൊക്കെ തന്നെ വില 100%, 200% തന്നെ വർദ്ധിച്ച് വിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ ഒരു ലാഭം എടുത്തുകൊണ്ട് ആളുകൾക്ക് അവരുടെ ആഘോഷം സുഗമമാക്കുക, അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഡയറക്ടർ സെയ്ദ്, ഓഡിറ്റർ കാർത്തികേയൻ, മുൻ ബാങ്ക് ജീവനക്കാരൻ ഗോപാലകൃഷ്ണൻ, മുൻ ഡയറക്ടർ സുരേഷ് കുമാർ, ജയകൃഷ്ണൻ, രവീന്ദ്രനാഥ്, നജീബ്, മൻസൂർ, രഞ്ജിത്ത്, പ്രതീഷ്, നിഖിൽ, റഹ്മത്ത്, റഫീഖ്,
ജലീൽ, കുഞ്ഞൻ, സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. അലനല്ലൂരിൽ ബാങ്ക് ഹെഡ് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ചന്ത 13-ാം തീയതി ശനിയാഴ്ച വരെയാണ് ഉണ്ടാവുക. 10 വർഷമായി വിഷുക്കാലത്ത് തനതായ ജൈവ പച്ചക്കറിയും ബാങ്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. കൂടാതെ പടക്കച്ചന്തയും ഫ്രഷ് കറൻസിയുടെ വിതരണവും നടത്തിവരാറുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തിന്റെ ഭാവി എന്താകണമെന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണിതെന്ന് മന്ത്രി ആർ ബിന്ദു. സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് രാജ്യത്തെ വിറ്റുകൊണ്ടിരിക്കുകയാണ് BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരെന്നും മന്ത്രി. ഷൊർണൂരിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകിയ സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാരെന്ന് പാലക്കാട് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. പിന്തുണയ്ക്കുന്ന MLAയോ MPയോ ഇല്ലാതെയാണ് നരേന്ദ്രമോദി സർക്കാർ കോടിക്കണക്കിന് രൂപ പാലക്കാടിനും ഷൊർണൂരിനും നൽകിയതെന്ന് കൃഷ്ണകുമാർ. കരിമ്പുഴ പുഴയിൽ കുളിക്കാനിറങ്ങിയ പെൺകുട്ടി മുങ്ങി മരിച്ചു. ചെർപ്പളശ്ശേരി സ്വദേശി റിസ്വാനയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന 2 പേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചു. മണ്ണാർക്കാട് നെല്ലിപ്പുഴ പാലത്തിന് സമീപം സ്ഥലം മണ്ണിട്ട് നികത്തിയ സംഭവം ഒരാൾക്കും കൂടി സ്റ്റോപ്പ് മെമ്മോ നൽകി. മണ്ണാർക്കാട് 1 വില്ലേജ് ഓഫീസറാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഒറ്റപ്പാലത്തെ കരിങ്കൽ ക്വാറിക്കെതിരെ നിയമപരമായി പോരാട്ടം നടത്താൻ ഒരുങ്ങി പ്രദേശവാസികൾ. പനമണ്ണ ഇത്യൻമലയിൽ കരിങ്കൽ ക്വാറി പ്രവർത്തനം തുടങ്ങുന്നതിനെതിരെയാണ് പ്രദേശവാസികൾ പോരാട്ടം നടത്താൻ ഒരുങ്ങുന്നത്. ഇപ്പോൾ ജനകീയ സമിതിക്കെതിരെ കുപ്രചരണം നടത്തുന്ന CPM ക്വാറി ഉടമകളെ സഹായിക്കുകയാണെന്ന് സമിതി ഭാരവാഹികൾ. ഒറ്റയാനിറങ്ങി വീടിന്റെ സമീപം വരെ എത്തിയ കാട്ടാന കിണറും കൃഷിയും നശിപ്പിച്ചു. മേക്കളപ്പാറ മുതൽ 16 കിലോമീറ്റർ കൂടി തൂക്കുവേലി നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് പഞ്ചായത്ത് അംഗം നിജോ വർഗീസ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.